ബാംഗ്ലൂർക്കാണ് പോകുന്നത് എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് മനസ്സിലുണ്ടായിരുന്നതാണ് ബാംഗ്ലൂരത്തെ സ്ട്രീറ്റ് ഷോപ്പിംഗ്. അപ്പം എങ്ങനെയാ, പോയാലോ? ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ജയാനഗർ മാർക്കറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് ഞങ്ങൾ മെട്രോ കയറി RV റോഡിൽ ഇറങ്ങി. അവിടെ ചെന്ന് എത്തിയപ്പോൾ കണ്ണു തള്ളിപ്പോന്ന കാഴ്ചയായിരുന്നു. നമ്മുടെ പെൺകുട്ടികളെ വല്ലാണ്ട് ആകർഷിക്കുന്ന എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എല്ലാം വളരെ അഫോർഡബിൾ പ്രൈസസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ക്ലിപ്പൊക്കെ ആണെങ്കിലും 20 റുപ്പീസിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതും അത്യാവശ്യം ഫാഷനബിൾ ആയിട്ടുള്ള എല്ലാം. ബാംഗിൾസിനൊക്കെ 200 റേഞ്ചിൽ അവർ പറഞ്ഞത് എനിക്ക് വളരെ അഫോർഡബിൾ ആയിട്ടാണ് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോൾ കുറേ കോട്ടൺ കുർത്തീസും ബാഗാണ് എൻട്രൻസിൽ കണ്ടത്. എല്ലാം ഒരു 250 റേഞ്ചിലാണ് കണ്ടത്. ബാഗ്സ് ആണെങ്കിൽ വളരെ നല്ല ക്വാളിറ്റി ആയിട്ടാണ് ടച്ച് ചെയ്തപ്പോൾ ഫീൽ ചെയ്തത്. പിന്നെ നന്നായിട്ട് കയറി തപ്പിയപ്പം നമ്മുടെ കോളേജ് ഗേൾസിനും അതുപോലെ തന്നെ ഓഫീസ് ഗോയിങ് പ്രൊഫഷണൽസിലൊക്കെ പറ്റിയ ഇഷ്ടം പോലെ കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. നല്ല നമ്മൾ സൈറ്റുകളും ഓൺലൈനിലും ഒക്കെ കാണുന്ന കളക്ഷൻസ് ഒക്കെ അവിടെ കാണാൻ പറ്റി. ഹാൻഡ് ബാഗും മാത്രമല്ല, അവിടെ പേഴ്സിൻ്റെയും നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് കോട്ടൺ കുർത്തീസിന്റെ കളക്ഷൻസ് ആണ്. നിങ്ങളൊരു കോട്ടൺ ലവർ ആണെങ്കിൽ ജയാനഗർ ശരിക്കും നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഞാൻ കോട്ടൺ കുർത്തീസിന്റെ ഇത്രയും വൈഡ് കളക്ഷൻസ് ഇതുവരെ ഒരു ലോക്കൽ മാർക്കറ്റിലും കണ്ടിട്ടില്ല. ഷോർട്ട് കുർത്തീസ് ഒക്കെ ആണെങ്കിൽ 200 റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു. എല്ലാ സൈസസും അവൈലബിൾ ആയിരുന്നു. പിന്നെ സൈസ് നിങ്ങളുടെ നോർമൽ സൈസിനേക്കാളും ഒരെണ്ണം കൂടുതൽ വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ടോയ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഗേൾസിനെ തന്നെയാണ് കേട്ടോ. കാരണം ചെല്ലുമ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ജ്വല്ലറീസും ഡ്രസ്സസും തന്നെയായിരുന്നു. ജ്വല്ലറീസിലൊക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മോഡൽ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. അത്ര അടിപൊളിയായിരുന്നു. മെറ്റൽ ഇയറിങ്സിന്റെ ഒക്കെ വല്ലാത്തൊരു കളക്ഷൻസ് തന്നെയായിരുന്നു അവിടെ ഞാൻ കണ്ടത്. നമ്മുടെ പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മാല, ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ അവർ ഫോക്കസ് ചെയ്തിരുന്നത് ഡ്രസ്സിൽ തന്നെയാണെന്നാണ് തോന്നിയത്. സ്കേർട്ട്, പെലാസോ പാൻറ്, കോട്ട് സെറ്റ് ഒക്കെ 350ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നിയത്. ഞാൻ എന്തൊക്കെ എടുക്ക ദൈവമേ, ഒന്ന് മാറി ദൈവമേ, ഞാൻ എന്താ ഈ കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെ. അവിടെ ഫിക്സഡ് പ്രൈസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ആൾക്കാർ ബാർഗെയിൻ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ കണ്ടു. നിങ്ങൾക്ക് അത്യാവശ്യം കന്നഡയും കുറച്ച് ഹിന്ദിയൊക്കെ അറിയാമെങ്കിൽ അത്യാവശ്യം ബാർഗെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്കും തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ പേളിന്റെ ഒക്കെ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഓവറോൾ സ്ട്രീറ്റിനകത്ത് പർച്ചേസ് ചെയ്യുന്നത് അത്യാവശ്യം ലാഭമായിട്ട് തോന്നി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. പക്ഷെ പുറത്ത് വന്നൊരു ചായ കുടിക്കാൻ കയറിയപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ ഹോട്ടൽസ് ഒക്കെ അത്യാവശ്യം വലിയ എക്സ്പെൻസീവ് ആണെന്ന്. അതുകൊണ്ട് തന്നെ 60 രൂപയൊക്കെ ചായക്ക് പറഞ്ഞതുകൊണ്ട് ചായ കുടിക്കാതെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയി ചായ ഇട്ട് കുടിക്കാമല്ലോ. അപ്പൊ ഇന്നത്തെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു സ്ട്രീറ്റ് ഷോപ്പിംഗുമായി നമുക്ക് കാണാം. ബൈ.